ഹലോ. ഓണം പർച്ചേസൊക്കെ എവിടെ എത്തി? അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഓണം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വീട്ടിൽ, അതായത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള സാരിയാണ്. ഇപ്പോൾ പാലക്കാട് പുതുതായിട്ട് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ഇനോഗ്രേഷൻ കഴിഞ്ഞത്. അപ്പം ഞങ്ങൾ അവിടെ പോയി മേടിച്ചിട്ടുള്ള ഒരു കോട്ടൺ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഇത് ഒരു പട്ട് സാരി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ 840 രൂപയാണ് കേട്ടോ. ഡിസ്കൗണ്ട് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. 840 രൂപയാണ് ഈ സാരിയുടെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കൂടാതെ മുത്തശ്ശിക്ക് ഒരു സെറ്റ് മുണ്ടും കൂടെ വാങ്ങിച്ചു. ഞങ്ങൾ ഈ സെറ്റ് മുണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതേ മറ്റേ കുത്താമ്പുള്ളിയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ നല്ല ഓപ്ഷൻസ് ഉണ്ടാവും. വിലയും നല്ലോണം കുറവായിരിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുത്താമ്പുള്ളിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ഇതൊന്നും മേടിച്ചു. ഇത് സാധാ സെറ്റ് മുണ്ടാണ്. ഇതിന് ഏകദേശം 350 ആ റേഞ്ചാണ് കേട്ടോ വില. ഞാൻ നോക്കട്ടെ പ്രൈസ് ടാഗ്. ഇതാ 350 ഇതാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഇത് രണ്ടും അവിടെ ഒന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇനി എൻ്റെ ഒരു ആൻറ്റിക്ക് ഒരു സാരി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാരി ഞങ്ങൾ അന്ന് മേടിച്ചതല്ല കേട്ടോ. ഇത് വേറെ ദിവസം പാലക്കാട് പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചാണ്. അതായത് MK സിൽക്സ് എന്നുണ്ട്. പാലക്കാടുള്ളവർക്ക് അറിയാൻ പറ്റും. കുറച്ച് റീസണബിളായിട്ട് നമുക്ക് അതൊക്കെ കിട്ടുന്നൊരു കടയാണ് MK സിൽക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 998 ആണ്. പക്ഷേ 50% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 500 രൂപയ്ക്ക് ഈ സാരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നല്ല സാരിയാണ് കേട്ടോ. നമുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കോട്ടൺ അല്ല, മിക്സഡാണ്. പക്ഷേ എന്നാലും നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് ഞാൻ സാരിയുടെ കേസിൽ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അതിന് മുമ്പ് ഞങ്ങൾ ലുലുവിൽ പോയപ്പോൾ അവിടെ നല്ലൊരു ഭംഗിയുള്ള ഫ്രോക്ക് കണ്ടായിരുന്നു. അപ്പോൾ അത് മോക്ക് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ശരിക്കും ഒന്ന് ആലോചിച്ചാൽ അതിലൊന്നുമില്ല. ലൈനിങ് ഒരു ചെറിയൊരു ലൈനിങ് ഉണ്ട്. പിന്നെ ഇതാ പ്യുവർ വൈറ്റ് മാത്രം. ഇവിടെ ഒന്നും എംബ്രോയ്ഡറി ഇല്ല. നെക്കിൽ മാത്രമേ ഉള്ളൂ. മറ്റേ സ്ലീവ് വരുന്ന അവിടെ, സ്ലീവല്ല, ഷോൾഡർ പോർഷനിലും വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. സിബില്ല, ഒന്നുമില്ല. പ്ലെയിൻ ഒരു കോട്ടൺ ഫ്രോക്ക്. അപ്പോൾ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് 599 ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അത്രയ്ക്കൊന്നുമില്ല. എന്നാലും വേറെ വഴിയില്ലല്ലോ, കണ്ടിഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ മേടിച്ചു. അതാണ് മോക്ക് മേടിച്ചതാണ് കേട്ടോ ഇത്. പിന്നെ ഞങ്ങൾ മോക്ക് മേടിച്ചിട്ടുള്ള വേറൊരു ഡ്രസ്സാണിത്. ഇതൊരു പട്ടുപാവാടയാണ്. ഇതും കല്യാണിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1200 മറ്റോ ആണ്. ഞാൻ പറഞ്ഞു തരാം. 1290 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്ലീവ് ഉണ്ട് ഇതിൽ. സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടില്ല. പിന്നെ അവരെന്നെ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് തന്നു. ഈ ഒരു പോർഷൻ, ഇതിൻ്റെ ഓൾട്ടർ ചെയ്ത് തന്നിരുന്നു. അപ്പോൾ ഇതും ഞാൻ മോൾക്ക് മേടിച്ചിട്ടുള്ളത്. കുറച്ച് കുട്ടികളുടെ ഡ്രസ്സൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല റേറ്റാണ്. നമുക്ക് മേടിക്കാനേ തോന്നില്ല. പക്ഷേ എന്താ പറയുക, നമ്മളത് വാങ്ങിക്കും വേണമല്ലോ, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മേടിക്കുന്നതാണ്. ഇതിന് 1290 രൂപയാണ് കേട്ടോ. ഇത് ഒരു സ്കേർട്ടാണ് കേട്ടോ. ഇത് മോക്ക് മേടിച്ചതാണ്. ഇത് ആക്ച്വലി നമ്മൾ തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ഈ സ്കേർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു ബ്രോക്കേഡിൻ്റെ ഒരു റെഡ് കളറുണ്ട്. ഇതാണ് സ്കേർട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഇതാണ് അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ മേടിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് 1 മീറ്ററാണ് ഇതിന് മേടിച്ചിട്ടുള്ളത്. ഇതിന് ഏകദേശം 50 രൂപയാണ് കേട്ടോ ഈ മീറ്റർ റേറ്റ് എന്ന് പറയുന്നത്. ഇത് 2 മീറ്റർ ബ്ലാക്ക്. 2 മീറ്ററിന് ഇതിനും ഏകദേശം 50 ആയിരുന്നു. അപ്പോൾ 100 രൂപ, 120 ആ റേഞ്ചിൽ, 100, 120, 49 അങ്ങനെ എന്താണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഏകദേശം ഇതിന് മൂന്നും കൂടി വരുന്ന ഒരു 180 രൂപേൻ്റെ തുണിയാണ് എനിക്ക് വന്നിരിക്കുന്നത്. പിന്നെ സ്റ്റിച്ചിങ് ചാർജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 250 രൂപയോ മറ്റോ ആണ്. അപ്പോൾ 250, 150 എന്ന് പറയുമ്പോൾ 500 രൂപ. 500 രൂപയിൽ എനിക്ക് നല്ലൊരു ഡ്രസ്സ് കിട്ടി. പക്ഷെ ഞാൻ അതിനേക്കാൾ, അതായത് ഈ ഡ്രസ്സിനേക്കാൾ നോക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഞാൻ ഈ ഡ്രസ്സിൽ. കാരണം ഇതിലൊന്നും ഇല്ലല്ലോ. നോക്കൂ, ഇതിലൊന്നുമില്ല. 1290 രൂപയാണ്. അപ്പോൾ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും എന്താ പറയുക, ഡ്രസ്സുകൾ ഭയങ്കര ഭംഗിയുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ. എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. അതും വളരെ സാധാരണ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്ന, കാര്യമായിട്ടുള്ള ഭയങ്കര ഹൈ ബൊട്ടീക്കിൻ്റെ കയ്യിലൊന്നും കൊടുത്തിട്ടല്ല, സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ അവർക്ക് നമ്മൾ ഡിസൈൻ പറഞ്ഞു കൊടുത്തു. ഇതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയില്ല, പക്ഷേ എന്നാലും കൊള്ളാം. ഇവരൊക്കെ എത്ര തവണ ഇടുന്ന
കൂടിപ്പോയാൽ ഒരു 4-5 തവണ. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ അവരുടെ സൈസ് വ്യത്യാസം വരും, പിന്നെ അവർക്ക് ഇടാൻ പറ്റില്ല, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് 500 രൂപയ്ക്ക് ഇതാണ് ലാഭം എന്നാണ്. കാരണം 1200 പറയുമ്പോൾ എൻ്റെ ഡബിളിനേക്കാളും കൂടുതലായില്ലേ. അപ്പോൾ ഇതന്നെയാണ് ലാഭം. ഇതിൽ ലൈനിങ്ങും ഉണ്ട് കേട്ടോ. സോറി, 150 രൂപയല്ല, പിന്നെ ഒരു ലൈനിങ്ങും കൂടിയുണ്ട്. ലൈനിങ് ഇതുപോലെ ഇതിൽ ലൈനിങ് ഉണ്ട്. അപ്പോൾ രണ്ടിനും കൂടിയിട്ടുള്ള ലൈനിങ്ങും ഇതുപോലെ ഒരു 100 രൂപയിലാണ് ലൈനിങ് കോസ്റ്റിംഗ് വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയൂ ഏതാണ് ലാഭമെന്ന്. ഇതുപോലെ എന്തെങ്കിലും ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നോക്കിക്കോളൂ. ഓണം വരാറായിട്ടല്ലേ ഉള്ളൂ, നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷം. ബൈ.